നടത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ആള് ദൈവം തടി വേണമോ ബുദ്ധി വേണമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തടി മതി എന്ന് പറഞ്ഞ EP ജയരാജനാണ് രണ്ടാമത്തെ. മറ്റത് ജഡ്ജിനെ ശുംഭൻ എന്ന് വിളിച്ചിട്ടുള്ള MP ജയരാജൻ. മൂന്നാമത്തത് CBI കേരളത്തിൽ വന്നാൽ ആദ്യം പോയി ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്ന P ജയരാജൻ. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് വിജയരാഘവൻ എന്ന് പറയുന്ന പിടിപോയ കോടാലിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ശാസന ഇപ്പൊ പാർട്ടി കൊടുത്തില്ല. വായി തുറക്കരുതെന്നാണ് പുതിയ നിബന്ധന. നിങ്ങൾ ആരും പേടിക്കേണ്ട. ഈ വിജയരാഘവൻ ഉണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ വേറൊരാളുടെ പ്രചരണം ആവശ്യമില്ല. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ രണ്ടാം നിരയിലുള്ള നേതാക്കന്മാർ. മൂന്നാമത്തെ നിരയിൽ അസംബ്ലിക്കകത്ത് വായ തുറന്നാൽ തെറി അഭിഷേകങ്ങൾ നടത്തുന്ന കുറെ ചെറുപ്പക്കാർ, ചാനലിൽ വന്നിരുന്നു കൊണ്ട് വാചാലമായി അതിനകത്തിരിക്കുന്ന ആങ്കറെ പോലും തെറി വിളിക്കുന്ന റഹീം. എന്നാൽ ഇപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് ശക്തമായ ഒരു നേതൃത്വമാണ്. അതിൽ ഉമ്മൻചാണ്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, മുരളീധരനുണ്ട്, MM ഹസനുണ്ട്, ശശി തരൂരുണ്ട്. അങ്ങനെ നേതാക്കളുടെ ഒരു വലിയ നിര ഒന്നാം നിരയിൽ തന്നെ. രണ്ടാം നിരയിലോ ചെറുപ്പക്കാരായിട്ടുള്ള ഷാഫി പറമ്പിലുണ്ട്, VT ബൽറാമുണ്ട്, ശബരിനാഥുണ്ട്, അനിൽ അക്കരയുണ്ട്, ഹൈബീഡനുണ്ട്. അങ്ങനെ ഒരു വലിയ നിര അതും കാണാം. ഇങ്ങനെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ നോക്കിയിട്ടാണ് നിങ്ങൾ ദുർബലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവിനെ പോലും വളർത്താൻ കഴിയാത്ത വിധം മുഴുവൻ അധികാരവും പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുക. നിങ്ങൾക്കറിയില്ലേ, ഭവന നിർമ്മാണ പദ്ധതി ആരുടെ ചുമതലയാണ്? അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി വായ്പയെടുത്താൽ സർക്കാർ ഗ്യാരണ്ടി നിന്ന് കൊടുക്കാം എന്ന് തീരുമാനിച്ച പഞ്ചായത്ത് മന്ത്രിയാണ്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളും സ്വന്തമായി ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ വന്ന് പറയുന്നത്, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ചെയ്യും, എന്റെ മുഖ്യമന്ത്രി ഓഫീസ് ചെയ്യും. അതുകൊണ്ട് ലൈഫ് മിഷൻ എന്ന പദ്ധതി ഉണ്ടാക്കി അതിന്റെ ചെയർമാനായി ഞാൻ തന്നെ ഇരിക്കും. അതിന്റെ കാര്യകർത്താവായി എന്റെ ശിങ്കിടിയായിട്ടുള്ള ശിവശങ്കരൻ ഇരിക്കും. അതാർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ എന്റെ ഓഫീസിലെ രവീന്ദ്രൻ നോക്കിക്കോളും. അതിന് പുറത്തു പോയി പണം പിരിക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്, എന്റെ മിഷൻ ഉള്ളതാണ്, ലൈഫ് മിഷൻ ഉള്ളതാണ്. അതിന്റെ ബാക്കി കാര്യം നോക്കുന്നതിന് വേണ്ടി ഞാൻ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ആരും അത് നോക്കണ്ട. റെഡ് ക്രസന്റിൽ നിന്ന് ഞങ്ങൾ 20 കോടി വാങ്ങിയാൽ 10 കോടി ഞങ്ങൾക്കുള്ളതാണ്, എന്റെ ശിങ്കിടികൾക്കുള്ളതാണ്. സ്വപ്ന സുരേഷിന്റെ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ 1 കോടി രൂപ എവിടുന്ന് കിട്ടി? അത് എനിക്ക് ലൈഫ് മിഷന് കിട്ടിയ കമ്മീഷനാണ്. മൊത്തം എത്ര കിട്ടി? 9 കോടി. 20 കോടി സഹായം ലഭിച്ചപ്പോൾ 9 കോടി കമ്മീഷൻ. ഇതാണ് ഭവന നിർമ്മാണ പദ്ധതി. ഇതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞത് ഞങ്ങളല്ല. ഒരു ദിവസം കൈരളി ചാനലിൽ അതിന്റെ അവതാരകൻ ബ്രിട്ടാസ്
പറയുന്നു, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഞാനിതാ പൊട്ടിക്കാൻ പോകുന്നു. ഞങ്ങളെല്ലാം സാധുവും കേട്ടു. അദ്ദേഹം പറഞ്ഞു, ലൈഫ് മിഷനിൽ കമ്മീഷൻ വാങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള കഫേ കോഫി ഡേ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ച് കാറിൽ നിന്ന് കാറിലേക്ക് പണം കൈമാറുന്നത് കണ്ടിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. അപ്പൊ അതേ ചാനലിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയാണ്, ബ്രിട്ടാസ് പറഞ്ഞത് 100% സത്യമാണ്, കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ലൈഫ് മിഷൻ സ്വരൂപിച്ച പൈസയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പാർട്ടി ചാനൽ തന്നെ ലോകത്തോട് വിളംബരം ചെയ്യുന്ന ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യത്തിന്റെ ശവപ്പെട്ടിമേൽ അടിക്കാൻ പോകുന്ന അവസാനത്തെ ആണിയാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങളൊക്കെ ഓർമ്മിക്കുന്നു. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണോ നിങ്ങളുടെ വലിയ കാര്യം? അതിന് നിങ്ങൾ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖം പാമ്പ് വരെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും കൂട്ടി അവിയൽ പരുവത്തിലുണ്ടാക്കിയിട്ടുള്ള ഓരോ പ്രദേശത്തെയും മുന്നണി സംവിധാനത്തിൽ കുറച്ചാളുകൾ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തെ വിജയമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇപ്പൊ വിജയരാഘവൻ രാവിലെയായി രാത്രി വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗിനെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം വന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ കണ്ടിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്! ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ചാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ട വിജയരാഘവൻ, കേരളത്തിന്റെ ചരിത്രം 2020 തുടങ്ങിയതല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ ആദ്യത്തെ മന്ത്രിസഭയുണ്ടല്ലോ 1957, ആ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുണ്ട്. വിജയരാഘവന് വിചാരിച്ചിട്ടുള്ളത് ഇന്നലെ തുടങ്ങിയതാണ് കേരളത്തിന്റെ ചരിത്രം. ബാഫക്കി തങ്ങൾ ഈ കൊയിലാണ്ടിയിലെ തലമുതിർന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരുപോലെ ആരാധ്യനായിരുന്ന ബാഫക്കി തങ്ങളും കെ കരുണാകരനും ഇന്ദിരാഗാന്ധിയും ഒരുമിച്ചുണ്ടാക്കിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലം മുതൽ ഞങ്ങൾ അങ്ങോട്ടും പോകാറുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടും വരാറുണ്ട്. പക്ഷേ വിജയരാഘവൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? പിണറായി വിജയന്റെ അടുത്ത് ആരെങ്കിലും പോകും, ഏതെങ്കിലും ഘടകകക്ഷി പോകും. കടക്ക് പുറത്ത് എന്ന് ആരോട് പറയും എന്ന് പേടിച്ചു ഒരു ഘടകകക്ഷിയും പിണറായിന്റെ മുന്നിൽ പോവാറില്ല. പിണറായി തൊട്ട് CPI-ക്കാരുടെ വീട്ടിൽ പോകാറില്ല. ഇങ്ങനെ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവർക്ക് സൗഹൃദങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും. മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന മതമൗലികവാദികളുടെ വീട്ടിലേക്ക് പോയി എന്നാ പറയുന്നത്. EMS നമ്പൂതിരിപ്പാടിന് ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിനോടൊപ്പം അന്നുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ കുപ്പായമൊന്ന് അഴിച്ചു നോക്കിയാൽ അവരുടെ തോളിൽ ഒരു ചെറിയ അടയാളം കാണാൻ സാധിക്കും. അതൊരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പതാക തോളിലേന്തിയ അടയാളമാണ് എന്ന് മാർക്സിസ്റ്റുകാരൻ നടത്തുന്നത്. ഒറ്റ സുപ്രഭാതത്തിൽ ഞങ്ങൾ കൈപ്പിൽ പാവയ്ക്കാൻ നീരായി മാറി. പക്ഷെ അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസമായി. EMSന്റെ ആദ്യത്തെ മന്ത്രിസഭയുണ്ടല്ലോ, അതിൽ മുസ്ലിം ലീഗ് പങ്കാളികളല്ല. അതുകൊണ്ട് നിങ്ങൾ പറയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റേതാണ്, അതിൽ ലീഗിന് പങ്കില്ല.
അതിലും ലീഗിന് പങ്കുണ്ട്, നേരിട്ടല്ലെങ്കിലും. ലീഗ് പിന്തുണച്ച 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒന്ന് VR കൃഷ്ണയ്യർ, 2 ഡോക്ടർ KB മേനോൻ. ആ 2 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് EMS 957 മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ EMSന്റെ പ്രഥമ ഗവൺമെന്റിലും മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നെടുത്ത് വായിച്ചു നോക്കുന്നതുമായി. പിന്നെ നിങ്ങൾ പ്രോഗ്രസീവ് ലീഗ് ഉണ്ടാക്കി. പ്രോഗ്രസീവ് ലീഗ് ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് എടശ്ശേരി മൗലവി എന്ന് പറയുന്ന ഒരാളെ നിയോഗിച്ചു. ലീഗിനെ തകർക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് EMSഉം ഇംപിച്ചി ബാവയും പറഞ്ഞു. അവര് ലീഗിനെതിരെ എല്ലാ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. 967 ആയപ്പോൾ EMS പറഞ്ഞു, ഈ പ്രോഗ്രസീവ് ലീഗ് വേണ്ട, ലീഗ് എന്ന് പറഞ്ഞു. ലീഗിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ പ്രോഗ്രസീവ് ലീഗിന്റെ നേതാവ് എടശ്ശേരി മൗലവി EMSനോട് പോയി ചോദിച്ചു, അല്ല പിന്നെ ഞങ്ങളുടെ പണി ഇനി എന്താണ്? EMS പറഞ്ഞു, എന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി വല്ല കോളേജിലോ മറ്റോ ഒരു അധ്യാപക ജോലി കിട്ടുമോ നോക്കിയിട്ട് പ്രോഗ്രസീവ് ലീഗ് എന്ന് പിരിച്ചു വിട്ടേക്കും. ആ ലീഗിനെ പറ്റിയിട്ടാണ് ഇപ്പൊ വിജയരാഘവൻ പറയുന്നത്, ഇത് മതമൗലികവാദികളുടെ പാർട്ടിയാണ്. ഞങ്ങൾ മതസൗഹാർദ്ദം എന്നും കാത്തു സൂക്ഷിച്ചവരാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്നും മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. വിജയരാഘവൻ ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി പണ്ട് അലുവ കടയിൽ ചെന്നിട്ട് അലുവയുടെ മുകളിലുള്ള വെളിച്ചെണ്ണയെടുത്ത് മതിലിൽ തെച്ച് അത് കുടിക്കാൻ ഈച്ച വന്ന്, ഈച്ചയെ പിടിക്കാൻ പല്ലി വന്ന്, പല്ലിയെ പിടിക്കാൻ പൂച്ച വന്ന്, പൂച്ചയെ പിടിക്കാൻ പട്ടി വന്ന്, പട്ടിയെ തല്ലാൻ ആളുകൾ വന്ന് തമ്മിൽ തല്ലി കത്തിക്കുത്തായ പോലെ ശ്രീ പിണറായി വിജയൻ അലുവയുടെ മുകളിലുള്ള വെളിച്ചെണ്ണ കേരളത്തിന്റെ മതിലിൽ പുരട്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ തല്ലുന്നത് നോക്കി നിൽക്കുകയാണ്. അതൊരിക്കലും ഈ കേരളത്തിൽ ചിലവാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇരിക്കുന്ന സദസ്സ്. ഇതിലെ ഹിന്ദു ഏതാണ്, ഇതിലെ ക്രിസ്ത്യാനി ഏതാണ്, ഇതിലെ മുസ്ലിം ഏതാണ് എന്ന് വേർതിരിച്ച് കാണിക്കാൻ പിണറായി വിജയന് സാധിച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ മൂക്കിനെ കൊണ്ട് ഞാൻ ഷാവരക്കാം. അവർക്ക് മതത്തിന്റെ പേരിലുള്ള യാതൊരു വിവേചനവുമില്ല. അവർക്ക് രാഷ്ട്രീയമാണ്. നിങ്ങൾ മതത്തെ ഓരോ സമയം വിനിയോഗിച്ചു ശബരിമല സന്നിധാനത്തിലേക്ക് പോയിരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തി. എന്തിനു വേണ്ടി? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. അതിനുവേണ്ടി നിങ്ങൾ വനിതാ മതിൽ പണിതു. അവിടെ വിശ്വാസികളല്ല വലുത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി വിധിയാണ് വലുത് എന്ന്. പോലീസിനെ അവിടെ അമ്മാനമാടുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തു. BJPയുടെ നേതാവ് സുരേന്ദ്രന് ഈ രാജ്യത്തിന്റെ മുഴുവൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തു. ശശികലയ്ക്ക് വിഷമിക്കുന്ന പ്രസംഗം ചെയ്യാനുള്ള വേദികൾ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ പാവപ്പെട്ട ഹിന്ദു സമൂഹത്തെ വിശ്വാസികളും അവിശ്വാസികളും എന്ന പേര് നൽകി അവർ 2 തട്ടിലാക്കി. അന്നേ ഞാൻ പറഞ്ഞു, വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ വനിതകളെ പാവം പറ്റിക്കുകയാണ്, അത് വർഗീയ മതിലാണ് എന്ന്. അതിന്റെ പേരിൽ എന്റെ പേരിൽ കുതിര കയറുകയുണ്ടായി. ഞാൻ പറഞ്ഞു, കാരണം അത് സംഘടിപ്പിക്കുന്നത് സുഗതൻ എന്ന് പറയുന്ന ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ആ കർഷകയിൽ പങ്കെടുത്തിട്ടുള്ള സുഗതനെ ഒരിക്കലും രാജ്യത്തെ മതേതരത്വത്തിന്റെ നവോത്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ കേട്ടില്ല. നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇപ്പൊ പറയാണ് സുപ്രീം കോടതി വിധിയല്ല വലുത്, വിശ്വാസമാണ് വലുത്. അത് തെരഞ്ഞെടുപ്പായപ്പോൾ ആളെ പറ്റിക്കാനല്ലേ? നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം.
ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട് കോടതിയിൽ. അത് പിൻവലിച്ചിട്ടാണ് നിങ്ങൾ മറ്റൊരു അഫിഡവിറ്റ് മാറ്റിക്കൊടുത്ത് വിശ്വാസികൾക്ക് എതിരെയുള്ള ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ അഫിഡവിറ്റ്, നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒക്കെ നമ്മളാളാ. ഇവിടെ വേറെ ആരാണ് ഇവര് ജയിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഞങ്ങളോട് പറയാം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തോൽപ്പിക്കുകയാണ്. പണ്ട് ചില കാമുകന്മാര് അവരുടെ കാമുകിയെ ആരെങ്കിലും ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കല്ലെടുത്തെറി. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാമുകിമാരായിരുന്നു ഈ RSSഉം ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ. അവര് രാവിലെ അടികൂടുന്നമാതിരി കാണിക്കും, രാത്രി പരസ്പരം വാരിപ്പുണർന്ന് പാലൂട്ടുന്നവരായിരുന്നു ഇവർ എന്നതിന് 100 തെളിവുകൾ നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പാലോളി മുഹമ്മദ് കുട്ടി ഇവര് പറയുന്ന പ്രസ്താവനയൊന്നും അറിഞ്ഞില്ല. സഭാ ടിവിക്ക് ഈ അടുത്ത് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു. അപ്പോൾ NP രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ജമാഅത്തുമായി ബന്ധമുണ്ടായിരുന്നോ? അദ്ദേഹം ശുദ്ധാത്മാവാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? പൊതുശത്രുവായ കോൺഗ്രസിനെ നേരിടാൻ വേണ്ടി. അപ്പൊ പൊതുശത്രുവായ കോൺഗ്രസിനെ നേരിടാൻ വേണ്ടി മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തുമായി, നിങ്ങൾ പറയുന്ന ജമാഅത്തുമായി നിങ്ങൾക്ക് കൂടാം. അതാ പറഞ്ഞത്, നിങ്ങളുടെ കാമുകി അവരെ ഞങ്ങളൊന്ന് നോക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വം. നിങ്ങളുടെ I3 എപ്പോഴും 16, ഞങ്ങളുടെ I3 എപ്പോഴും 13. ഇതെന്നാണ് രണ്ടും കൂടി I3 15 ആവുന്നത്? നിങ്ങൾ SDPI വളർത്തിയില്ലേ? തെരഞ്ഞെടുപ്പിൽ 20 SDPI അംഗങ്ങളാണ് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നെങ്കിൽ അത് 100 ആയത് എപ്പോഴാണ്? SDPI ജയിച്ച സ്ഥലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര വോട്ടെന്നറിയോ? 12, 14, 13. എന്താ അവിടുത്തെ മാർക്സിസ്റ്റുകാരൊക്കെ ആദ്യമായി പോയോ? വേറെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടുവള്ളിയില് ഒരാള് മത്സരിച്ചു. OP റഷീദ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൊടുവള്ളിയിൽ ഒരു വാർഡിൽ മത്സരിച്ചു. അവിടെ ഇപ്പോഴത്തെ കള്ളക്കടത്ത് കേസുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിയായ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഫൈസൽ കാരാട്ട് മത്സരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 0. ഒരാൾക്ക് 0 വോട്ട് കിട്ടും. ഫൈസൽ കാരാട്ടിന് കൂടുതൽ വോട്ട് കിട്ടി, അദ്ദേഹം ജയിച്ചു. എങ്ങനെ 0 വോട്ട് കിട്ടുന്നത്? അല്ല, നമ്മൾ ഈ നോമിനേഷൻ കൊടുക്കുമ്പം നോമിനേഷനിൽ സാക്ഷിയായിട്ട് ഒരാൾ ഒപ്പ്, അയാളുടെ വോട്ട് കിട്ടും. പിന്തുണയ്ക്കുന്ന ഒരാളുടെ വോട്ട് കിട്ടണ്ടേ? പിന്നെ ഡമ്മി സ്ഥാനാർത്ഥിനെ കൊടുക്കുമല്ലോ, ആ സ്ഥാനാർത്ഥിയുടെ വോട്ടും അയാളെ പിന്തുണച്ചാളുടെ വോട്ടും കിട്ടണ്ടേ? സ്ഥാനാർത്ഥിയുടെ വോട്ട് കിട്ടണ്ടേ? ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും ജാലവിദ്യകളും ഒക്കെ അറിയുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ അവര് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള SDPI ആയിട്ട് ധാരണ ഉണ്ടാക്കി. പാലക്കാട് നോക്കുമ്പോൾ BJPക്ക് ജയിച്ച സ്ഥലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 32 വോട്ട്. അപ്പൊ BJPയും SDPയും ജയിക്കുന്നിടത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങ് ഇല്ലാതെയായി പോവാണ്. ഇതെന്തൊരു അത്ഭുതമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ടാണ്
ഞങ്ങൾ ഭയങ്കരമായ ജയം ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വോട്ടിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും 3 വോട്ടിന് 4 വോട്ടിന് 5 വോട്ടിനൊക്കെ ജയിച്ചിരിക്കുന്നത്. ഇവിടെ അതിനു മുമ്പ് ലോകസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? 20 സീറ്റിൽ 19 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങളെന്താ മിണ്ടാത്തത്? അത് നിങ്ങളുടെ ഗവൺമെന്റിനെ പ്രവർത്തനത്തിനുള്ള വിധിയെഴുത്തായിരുന്നില്ലേ?